മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു കാര്യം പലർക്കും മനസ്സിലാകാറില്ല. നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അഹങ്കാരം കൊണ്ടല്ല, നിങ്ങൾ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ജനിച്ചതാണെന്ന് ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ജൂലൈ മാസത്തിൽ ഒരു ചോദ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ നിങ്ങളുടെ സിംഹാസനത്തിലേക്ക് നടക്കുകയാണോ, അല്ലെങ്കിൽ മറ്റുള്ള അംഗീകാരത്തിന് പിന്നിൽ ഓടുകയാണോ? കാരണം ഈ മാസം ഒരു അവസരം വരാം, ഒരു അംഗീകാരം ലഭിക്കാം, ഒരു വാതിൽ തുറക്കാം. പക്ഷെ അത് കാണാൻ തയ്യാറുള്ളവർക്ക് മാത്രം. മകം നക്ഷത്രത്തിന്റെ അധിപതി കേതു ആണ്. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാർക്ക് പാരമ്പര്യ, അഭിമാനം, കുടുംബ മൂല്യങ്ങൾ, നേതൃത്വ ഗുണം എന്നിവയെ ശക്തമായ ബന്ധമുണ്ടെന്ന് ജ്യോതിഷ വ്യാഖ്യാനങ്ങൾ പറയുന്നു. പുറത്ത് ആത്മവിശ്വാസം, ഉള്ളിൽ ഒരു രഹസ്യ ഭയം. മകം നക്ഷത്രക്കാർ പലപ്പോഴും ചോദിക്കുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കഴിവിന് ഒത്ത സ്ഥാനത്താണോ? അവർക്ക് പണം മാത്രം മതിയാകില്ല, ബഹുമാനവും വേണം, അംഗീകാരവും വേണം. മകം നക്ഷത്രക്കാർ ഭയപ്പെടുന്നത് ബഹുമാനം നഷ്ടപ്പെടുമോ, മറ്റുള്ളവർ തങ്ങളെ വില കുറച്ച് കാണുമോ, കുടുംബത്തിന്റെ പ്രതീക്ഷ നിറവേറ്റാനാകാത്തത്, സ്വന്തം കഴിവ് തെളിയിക്കാനാകാതെ പോകുന്നത്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കരിയറിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഒരു അതോറിറ്റിയിലുള്ള ഒരാളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവും. കുടുംബ ഉത്തരവാദിത്തം വർദ്ധിക്കല്, സാമ്പത്തിക പദ്ധതി മാറ്റം, എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന ചിന്ത, ഇതൊക്കെ അനുഭവപ്പെട്ടിരിക്കാം. ജൂലൈ മാസത്തിൽ കരിയറിൽ റെക്കഗ്നിഷൻ വന്നതായിട്ട് തോന്നാം, പക്ഷെ വലിയ റെക്കഗ്നിഷനോ വലിയ വ്യത്യാസമോ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ മുമ്പ് ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലം അവിടെ ഇവിടെയായിട്ട് കാണാൻ തുടങ്ങും. പ്രൊമോഷൻ ഡിസ്കഷൻ ഉണ്ടാവും, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻ്റർവ്യൂ സക്സസ്, പബ്ലിക് റെക്കഗ്നിഷൻ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസങ്ങൾ പറയുന്നത്. പക്ഷേ ഈഗോ നിങ്ങൾ നിയന്ത്രിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക്, മകം നക്ഷത്രക്കാർക്ക് ഈ മാസം ബ്രാൻഡിങ്ങും വളരെ പ്രധാനമാണ്. ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങില്ല, നിങ്ങളുടെ റെപ്യൂട്ടേഷനും വാങ്ങും. പുതിയ ക്ലയൻസ്, റഫറൽ ബിസിനസ്, അതോറിറ്റി ബിൽഡിംഗ്, സോഷ്യൽ മീഡിയ ഗ്രോത്ത് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസത്തെ തീം വരുമാനം മാത്രമല്ല, മൂല്യവും. വരുമാനം വർദ്ധിക്കാം. ഒരു വലിയ പർച്ചേസിന്